ഫേസ് നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റുന്ന ഏരിയ അല്ല. നിങ്ങളുടെ സ്കിന്നിൽ പഞ്ചസാര നമ്മൾ ഉപേക്ഷിച്ചാൽ വലിയ ഗ്ലോ ഉണ്ടാകും, വലിയ ചേഞ്ച് ഉണ്ടാകും. നമുക്കെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട്, ഈ ഫ്രൈഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കഴിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പിമ്പിൾസ് വരാൻ സാധ്യത. നിങ്ങൾ ഏതെങ്കിലും ക്രീമോ ഏതെങ്കിലും പാക്കോ തേക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു പാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കണം എന്ന് പറയും. എന്താണത്? ഫേസിൽ ആവശ്യമില്ലാത്ത പാക്ക് തേച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്ന അറിയാതെ വരുന്ന പേഷ്യൻസിന്റെ എണ്ണം കുറച്ചൊന്നും അല്ല. എനിക്കറിയാവുന്ന സെലിബ്രിറ്റീസ് ഉണ്ട്, സിനിമാക്കാരുണ്ട്. അവർ അവരുടെ കാരവണിലൊക്കെ ഒരു 3 മണിക്കൂർ കൂടുമ്പോൾ ഈ പറഞ്ഞ ഫ്രൂട്ട്സിന്റെയും വെജിറ്റബിൾസിന്റെയും ബൗള് അവർ ഇൻടേക്ക് ചെയ്യുന്നത് എനിക്കറിയാം. കാരണം അത് വളരെ നല്ലതാണ്. ആ ഹൈ ഫൈബർ കണ്ടന്റ് വരുമ്പോൾ അവരുടെ ഫേസിന് ഭയങ്കര ഫ്രഷ്നെസ് ആയിരിക്കും. ഹായ്, ഡോക്ടർ അഭിജിത്ത് ആണ്, ആത്മാ വെൽനസ്. നാച്ചുറൽ ആയിട്ട് എങ്ങനെ ബ്യൂട്ടി ആകാൻ പറ്റും എന്നൊരു ചോദ്യമുണ്ട്. നമ്മുടെ ക്രീമുകളും ഒട്ടനവധിയായിട്ടുള്ള സൗന്ദര്യവർദ്ധന വസ്തുക്കളുടെയൊക്കെ സുപരിചിതമായ മാർക്കറ്റിലെ സൈഡിൽ കൂടെയും നടുക്കൂടെയൊക്കെ ജീവിക്കുന്നവരാണ് നമ്മൾ. അപ്പോൾ നാച്ചുറൽ ആയിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ മുഖത്തിന് തിളക്കം ഉണ്ടാകാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നൊരു ചോദ്യം സാധാരണ എല്ലാ ഡോക്ടേഴ്സിന്റെ അടുത്തും നമ്മുടെ പേഷ്യൻസോ അല്ലെങ്കിൽ പേഷ്യൻസ് ആവണമെന്നില്ല, എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ്. നമ്മൾ അവരോട് പറയാറുള്ളത് പ്രധാനപ്പെട്ടതായിട്ട് കുറച്ച് കാര്യങ്ങളാണ്. അത് ന്യൂട്രീഷൻ, ഹൈഡ്രേഷൻ, സ്കിൻ കെയർ എന്നുള്ളതാണ്. ന്യൂട്രീഷൻ, ഹൈഡ്രേഷൻ, സ്കിൻ കെയർ. ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഭക്ഷണമാണ്. ഈ ഭക്ഷണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്തൊക്കെ കഴിക്കണം എന്നുള്ളതിനേക്കാളും പ്രധാനം ചില കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യണം എന്നുള്ളതാണ്, നമ്മൾ ഉൾപ്പെടുത്താതിരിക്കണം എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വൈറ്റ് പോയിസൺ ആണ് പഞ്ചസാര. പഞ്ചസാര നിങ്ങൾ നിങ്ങളുടെ നിത്യജീവിതത്തിൽ നിന്ന്, നമ്മളുടെ ലൈഫ് സ്റ്റൈലിൽ നിന്ന് മാറ്റിയാൽ തന്നെ വലിയ ചേഞ്ച് നിങ്ങളുടെ സ്കിന്നിലുണ്ടാകും. ഇന്റേണലായിട്ട് നമ്മുടെ ശരീരത്തിൽ കുറേയധികം ഗുണങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ കൂടെ എക്സ്റ്റേണലായിട്ട് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ കാണാൻ പറ്റുന്ന നിങ്ങളുടെ സ്കിന്നിൽ പഞ്ചസാര നമ്മൾ ഉപേക്ഷിച്ചാൽ വലിയ ഗ്ലോ ഉണ്ടാകും, വലിയ ചേഞ്ച് ഉണ്ടാകും. രണ്ടാമതൊരു പ്രധാനപ്പെട്ട കാര്യം ഈ റിഫൈൻഡ് ഓയിലുകൾ. ഒലിവ് ഓയിലാണ് നമ്മൾ കോമൺലി യൂസ് ചെയ്യാൻ പറയുന്നത്, കോക്കനട്ട് ഓയിൽ നമുക്ക് യൂസ് ചെയ്യും. ഈ റിഫൈൻഡ് ഓയിൽ, പാം ഓയിൽ പോലുള്ള കാര്യങ്ങൾ നമ്മളുടെ ഈ പറയുന്ന ഭക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കിയാൽ വളരെ നല്ല രീതിയിൽ നമ്മുടെ സ്കിന്നിൽ ആ ചേഞ്ച് ഉണ്ടാകുന്നത്. കാരണം റിഫൈൻഡ് ഓയിൽ നിങ്ങൾക്ക് ഒരിക്കലും ഗുണം ചെയ്യില്ല എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് പിമ്പിൾസ് വരാനുള്ള സാധ്യത കൂടുതലാണ്, ഇച്ചിങ് വരാനുള്ള സാധ്യത കൂടുതലാണ്, കണ്ണിനടിയിൽ ഡാർക്ക്നെസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. സോ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധിക്കുന്നത് റിഫൈൻഡ് ഓയിൽ. അതുപോലെ തന്നെ റിഫൈൻഡ് ഫ്ലേവർ, അതായത് ഈ പറഞ്ഞ മൈദ പോലുള്ള കാര്യങ്ങൾ, അത് നമ്മൾക്ക് നമ്മളുടെ ഈ പറഞ്ഞ മുഖത്തിന്റെ ഗ്ലോ നമ്മൾ സംരക്ഷിക്കാൻ നോക്കുന്നുണ്ട് എങ്കിൽ ഈ പറഞ്ഞ റിഫൈൻഡ് ഓയിലും റിഫൈൻഡ് ഫ്ലോറും നമുക്ക് യൂസ് ചെയ്യുന്നത് നല്ലതല്ല. അതുപോലെയാണ് ഫ്രൈഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. നമുക്കെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട്, ഈ ഫ്രൈഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കഴിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പിമ്പിൾസ് വരാൻ സാധ്യത. ഓയിലി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ നമ്മളുടെ മുഖത്ത് കൂടുതൽ പിമ്പിൾസ് വരാനും കുരു വരാനും നമ്മുടെ ഗ്ലോ കുറയാനൊക്കെ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ഭക്ഷണത്തിൽ പ്രധാനപ്പെട്ട ഉൾപ്പെടുത്തേണ്ടത് എന്താണ്? നിങ്ങൾക്ക് അറിയുന്ന പോലെ ഇലക്കറികൾ ഉണ്ടല്ലോ, ഈ പറയുന്ന ലീഫി വെജിറ്റബിൾസ്. ഇത് നമ്മളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്ന നമ്മുടെ ഫേസിന് ഒത്തിരി ഗുണം ചെയ്യും. നമ്മുടെ ഫേസിന്റെ ഗ്ലോയ്ക്കൊക്കെ ഈ ഇലക്കറികൾ ഒത്തിരി ഗുണം ചെയ്യും എന്നുള്ളതാണ്. പല കളറിലുള്ള ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. കളർഫുൾ ആകണം നമ്മളുടെ പ്ലേറ്റ് അല്ലെങ്കിൽ നമ്മുടെ ബൗൾ എന്ന് പറയും. എനിക്കറിയാവുന്ന സെലിബ്രിറ്റീസ് ഉണ്ട്, സിനിമാക്കാരുണ്ട്. അവർ അവരുടെ കാരവണിലൊക്കെ ഒരു 3 മണിക്കൂർ കൂടുമ്പോൾ ഈ പറഞ്ഞ ഫ്രൂട്ട്സിന്റെയും വെജിറ്റബിൾസിന്റെയും ബൗള് അവർ ഇൻടേക്ക് ചെയ്യുന്നത് എനിക്കറിയാം. കാരണം അത് വളരെ നല്ലതാണ്. ആ ഹൈ ഫൈബർ കണ്ടന്റ് വരുമ്പോൾ അവരുടെ ഫേസിന് ഭയങ്കര ഫ്രഷ്നെസ് ആയിരിക്കും. അവരവരുടെ ഫ്രഷ്നെസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ബൗൾ ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് ബൗൾ ഓഫ് വെജിറ്റബിൾസ് ആണ്. അത് നമ്മളുടെ ശീലമാക്കുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. രണ്ടാമത്താണ് ഹൈഡ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? യു ഹാവ് ടു ഡ്രിങ്ക് പ്ലെന്റി ഓഫ് വാട്ടർ. 20 കിലോയ്ക്ക് 1 ലിറ്റർ വെള്ളം എന്നുള്ളതാണ് ഇപ്പോൾ നമ്മളുടെ ഏറ്റവും പുതിയ സ്റ്റഡീസ് പറയുന്നത്. അപ്പൊ നിങ്ങളൊരു 80 കിലോ വെയിറ്റ് ഉള്ള ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ 4 ലിറ്റർ വെള്ളം കുടിച്ചിരിക്കണം. അതായത് ഒരു കോംപ്രമൈസ്. ഈ 4 ലിറ്റർ വെള്ളത്തിൽ കൂടുതൽ കുടിക്കാൻ പറ്റുമെങ്കിൽ കുറച്ചുകൂടി കുടിക്കാന്നതിലും വിരോധമൊന്നുമില്ല. അങ്ങനെ വാട്ടർ ഇൻടേക്ക് പ്രോപ്പർ ആവുക എന്നുള്ളത് നിങ്ങളുടെ ഫേസിന്റെ ഗ്ലോ തീരുമാനിക്കുന്ന കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ടാണ് ഈ ഹൈഡ്രേഷൻ ഏറ്റവും പ്രധാനപ്പെട്ട. ന്യൂട്രീഷനും ഹൈഡ്രേഷനും കഴിഞ്ഞാൽ സ്കിൻ കെയർ ആണ്. സ്കിൻ കെയർ എന്ന് ഞാൻ പറയുന്നത് ഈ പറഞ്ഞ ക്രീമുകളോ ഫേസ് പാക്കുകളോ അല്ല. നമുക്ക് നാച്ചുറൽ ആയിട്ട് നമുക്ക് കുറച്ച് സ്കിൻ കെയർ. ഇപ്പൊ തൈരുണ്ടല്ലോ, കേട്, തൈരിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് മിക്സ് ചെയ്ത്, വളരെ ഒറിജിനൽ ആയിരിക്കണം മഞ്ഞപ്പൊടി, ആ ഓർഗാനിക് ആയിട്ടുള്ള ടർമറിക്ക് നമ്മൾ മിക്സ് ചെയ്ത് അത് അപ്ലൈ ചെയ്താൽ, ഒരു ലേറ്റ് ഈവനിങ് ഒക്കെ അപ്ലൈ ചെയ്ത് ഒരു 1 hour കഴിഞ്ഞ് വാഷ് ചെയ്താൽ നമ്മുടെ സ്കിന്നിന് നാച്ചുറൽ ആയിട്ട് നല്ലൊരു ഗ്ലോ ഉണ്ടാവും. അത് കൂടാതെ അലോവേറ ജെൽ, കറ്റാർ വാഴയുടെ ജെല്ല്, അത് നമ്മൾ യൂസ് ചെയ്താലും നമ്മുടെ സ്കിന്നിന് നല്ല ഗ്ലോ ഉണ്ടാവും. ഇതൊക്കെ നാച്ചുറൽ ആയിട്ട്, ഇന്ന കമ്പനിയുടെ അങ്ങനെയൊന്നും അല്ല പറയുന്നത്, നാച്ചുറൽ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പിന്നെ ഒരു പാച്ച് ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. നിങ്ങൾ ഏതെങ്കിലും ക്രീമോ ഏതെങ്കിലും പാക്കോ തേക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കണം എന്ന് പറയും. എന്താണത്? നമ്മളുടെ ഈ കൈയുടെ ഈ പറഞ്ഞ കൈമുട്ടിന്റെ ഈ സ്ഥലത്തുണ്ടല്ലോ, അവിടെ നമ്മളുടെ ഫേസിൽ ഉപയോഗിക്കാൻ നമ്മൾ കരുതി വെക്കുന്നത് മേടിച്ച് ഇവിടെ ഒന്ന് തേച്ച് നോക്കണം. ഒരു 24 മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് വലിയ റിയാക്ഷൻസോ പ്രശ്നങ്ങളോ ഒന്നും ഇല്ല എങ്കിൽ നമ്മൾ ഇവിടെ അതൊന്ന് ആ ക്രീം തേച്ച് നോക്കണം.
ഇവിടെയും കൂടെ തേച്ചിട്ടും നമുക്ക് പ്രശ്നങ്ങളോ റിയാക്ഷൻസോ പ്രശ്നങ്ങളോ ഇല്ലെങ്കിൽ മാത്രമേ നിങ്ങൾ ആ ക്രീം നിങ്ങളുടെ ഫേസിലേക്ക്, കാരണം ഫേസ് നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റുന്ന ഏരിയ അല്ല, ഫേസ് നമുക്ക് പരീക്ഷണങ്ങൾ കൊണ്ടുവരാൻ പറ്റുന്ന ഏരിയ അല്ല. അതുകൊണ്ട് ഈ രണ്ട് സ്ഥലത്തും ഈ ടെസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം കുഴപ്പമില്ല എന്ന് ഉറപ്പ് വന്നതിന് ശേഷം മാത്രമേ നിങ്ങൾ നിങ്ങളുടെ ഫേസിലേക്ക് ആ പാക്ക്, കാരണം ഫേസിൽ ആവശ്യമില്ലാത്ത പാക്ക് തേച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്ന അറിയാതെ വരുന്ന പേഷ്യൻസിന്റെ എണ്ണം കുറച്ചൊന്നും അല്ല. അലർജിയാണ്, എന്താണ് ചെയ്യേണ്ടത്, മുഖം കരിവാളിച്ചു പോയി, കളർ മാറി, തിരിച്ചു വരുന്നില്ല, ഇപ്പോഴും സർക്കിളായിട്ട് നിൽക്കുകയാണ്. സോ ഇങ്ങനെയുള്ള റിസ്കുകൾ ഉണ്ടാവാതിരിക്കാൻ നിങ്ങൾ ഈ പറഞ്ഞ പാച്ച് ടെസ്റ്റ് ചെയ്യുക. ഇനി അതല്ല, നിങ്ങൾക്ക് ഓർഗാനിക് ആയിട്ട് നാച്ചുറൽ ആയിട്ട് നിങ്ങൾക്ക് ഫേസിന്റെ ഗ്ലോ വരാൻ ഈ പറഞ്ഞ ന്യൂട്രീഷൻ, ഹൈഡ്രേഷൻ, സ്കിൻ കെയർ, ഈ 3 കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് നാച്ചുറൽ ആയിട്ട് നിങ്ങളുടെ സ്കിൻ ഗ്ലോ ചെയ്യാൻ പറ്റും.